വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ അറിഞ്ഞു. അവൾ ഗർഭം ധരിച്ച് കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവിന്റെ സഹായത്താൽ ഞാനൊരു ആൺകുഞ്ഞിനെ നേടിയിരിക്കുന്നു. തുടർന്ന് അവൾ അവന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആടുകളെ മേയ്ക്കുന്നവനും കായേൻ മണ്ണിൽ അധ്വാനിക്കുന്നവനുമായിരുന്നു. യഥാകാലം കായേൻ ഭൂമിയിൽ നിന്നുള്ള വിളവിന്റെ ഒരു ഭാഗം കർത്താവിന് കാണിക്കയായി കൊണ്ടുവന്നു. ആബേലും തന്റെ ആട്ടിൻകൂട്ടത്തിലെ ചില കടിഞ്ഞൂലുകളെയും അവയുടെ കൊഴുപ്പിന്റെ ഒരു ഭാഗവും കൊണ്ടുവന്നു. ആബേലിലും അവന്റെ കാണിക്കയിലും കർത്താവ് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവന്റെ കാണിക്കയിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അതിനാൽ കായേൻ അത്യധികം കുപിതനായി. അവന്റെ മുഖം താണു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം താണിരിക്കുന്നത് എന്തുകൊണ്ട്? അത് ഉയർത്താൻ തക്കവിധം നീ നന്നായി വർത്തിച്ചിരുന്നെങ്കിൽ, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വാതിൽക്കൽ തന്നെ പാപം പതിയിരിക്കുന്നു. അതിന്റെ അഭിലാഷം നിന്നിലാണ്, പക്ഷേ നീ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു. കായേൻ തന്റെ സഹോദരനായ ആബേലിനോട് കയർത്തു. അനന്തരം അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനെതിരെ ചെന്ന് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? എന്നാൽ അവിടുന്ന് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്റെ നേർക്ക് മുറിവിളി കൂട്ടുന്നതിന്റെ സ്വരം. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം സ്വീകരിക്കാൻ വായ് പിളർന്ന് നിലത്താൽ നീ ഇപ്പോൾ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ നിലം കൃഷി ചെയ്യുമ്പോൾ ഇനി മുതൽ അത് അതിന്റെ വിള നിനക്ക് തരുകയില്ല. നീ ഭൂമിയിൽ അസ്ഥിരനും അലയുന്നവനുമായിരിക്കും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് എന്റെ ശിക്ഷ. ഇന്ന് ഇതാ അവിടുന്ന് എന്നെ ഈ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ സ്വയം ഒളിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ അസ്ഥിരനും അലയുന്നവനുമായിരിക്കും. എന്നെ കണ്ടുമുട്ടുന്ന ആരും എന്നെ കൊല്ലും. കർത്താവ് അവനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കായേനെ കൊല്ലുന്ന ആരുടെ മേലും 7 ഇരട്ടിയായി പ്രതികാരം ചെയ്യപ്പെടും. അവനെ കണ്ടുമുട്ടുന്നവരാരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് കർത്താവ് കായേന്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഏദനു കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. കായേൻ തന്റെ ഭാര്യയെ അറിഞ്ഞു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിയുന്നുണ്ടായിരുന്നു. തന്റെ പുത്രന്റെ പേരനുസരിച്ച് ആ പട്ടണത്തിന് അവൻ ഹെനോക്ക് എന്ന് പേരിട്ടു. ഹെനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയാലേലിനെ ജനിപ്പിച്ചു. മെഹുയാലേൽ മെതുശായേലിനെ ജനിപ്പിച്ചു. മെതുശായേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. ഒന്നാമത്തവളുടെ പേര് ആദ, രണ്ടാമത്തവളുടെ പേര് സില്ല. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ ആടുമാടുകളോടൊപ്പം കൂടാരത്തിൽ വസിക്കുന്നവരുടെ പിതാവായിരുന്നു. അവന്റെ സഹോദരന്റെ പേര് യൂബാൽ. കിന്നരവും വീണവും വായിക്കുന്നവരുടെ പൂർവ്വപിതാവായിരുന്നു അവൻ. സില്ലായും പ്രസവിച്ചു. തൂബൽ കയീനെ. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും എല്ലാത്തരം ഉപകരണങ്ങളും നിർമ്മിക്കുന്നവനായിരുന്നു. തൂബൽ കയീലിന്റെ സഹോദരി നാമ ആയിരുന്നു. ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദ, സില്ല, എന്റെ സ്വരം കേൾക്കുവിൻ. ലാമെക്കിന്റെ ഭാര്യമാരെ
എന്റെ ഈ വാക്കിന് ചെവി തരുവിൻ. എന്നെ മുറിവേൽപ്പിച്ചതിന് ഒരുവനെ ഞാൻ കൊന്നു, എന്നെ അടിച്ചതിന് ഒരു കുട്ടിയെയും. എന്തെന്നാൽ കായേന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിന്റേത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തന്റെ ഭാര്യയെ അറിഞ്ഞു, അവളൊരു പുത്രന് ജന്മം നൽകി. കായേൻ ആബേലിനെ വധിച്ചിരുന്നതുകൊണ്ട് അവന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്താനത്തെ നൽകി എന്ന അർത്ഥത്തിൽ അവൾ അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു, അയാൾ അവന് എനോഷ് എന്ന് പേരിട്ടു. അക്കാലത്താണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയത്. 4-ാം സങ്കീർത്തനം. എന്റെ നീതിയുടെ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ അങ്ങ് എനിക്ക് സ്വസ്ഥത നൽകി. എന്നിൽ കനിയണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യരെ, എന്റെ മഹത്വം ക്ഷതമേൽക്കുന്നതും നിങ്ങൾ വ്യർത്ഥത്തെ സ്നേഹിക്കുന്നതും വ്യാജം അന്വേഷിക്കുന്നതും എത്ര നാൾ? കർത്താവ് കരുണയുള്ളവനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. ക്ഷോഭിച്ചുകൊള്ളുവിൻ, എന്നാൽ പാപം ചെയ്യരുത്. കിടക്കയിൽ വെച്ച് നിങ്ങൾ മനസ്സിൽ ഉരുവിടുവിൻ. മൗനം പാലിക്കുവിൻ. ഉചിതമായ ബലികൾ അർപ്പിക്കുവിൻ. കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. പലരും പറയുന്നു, ആര് നമുക്ക് നന്മ കാണിച്ചു തരും? കർത്താവെ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ മുഖകാന്തി പകരണമേ. അവരുടെ ധാന്യവും വീഞ്ഞും പെരുകിയ നേരത്തേക്കാൾ സന്തോഷം അങ്ങ് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സമാധാനത്തോടെ സഹിക്കുന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോകും. എന്തെന്നാൽ കർത്താവെ, അങ്ങ് മാത്രമാണ് എന്നെ സുരക്ഷിതത്വത്തിൽ നിവസിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 പകലും 40 രാവും ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. എന്തെന്നാൽ നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് ഏറെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ മുട്ടിന്മേൽ വീണ് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്കു ഞാൻ നൽകാം. യേശു കൽപ്പിച്ചു, സാത്താനെ, ദൂരെ പോകൂ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് ഏശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, ജനതകളുടെ ഗലീലി. അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ നാട്ടിലും നിഴലിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രഘോഷിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും
സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ, സബദീപുത്രരായ യാക്കോബിനെയും സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ പിതാവായ സബദിയുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചിയും അവരുടെ പിതാവിനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവരെ അവൻ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കാപോളീസ്, ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.